السلام عليكم ورحمة الله وبركاته. യൂണിറ്റ് 2 റമദാൻ ഷഹർ സൗം. ദാരിസുൽ അസീസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി, മാതാ തഅരിഫു അൻ ഷഹ്ർ റമദാൻ. റമദാൻ മാസത്തെക്കുറിച്ച് നമുക്ക് എന്തെല്ലാമാണ് നിനക്കറിയുന്നത്? ലിമാദ യൻതളിറു നാസു സിഗാറുഹും വ കിബാറുഹും ലിഖുദൂമി ഷഹ്ർ റമദാൻ. റമദാൻ മാസം റമദാൻ മാസത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വരവും കാത്തിരിക്കുന്ന വലിയവരാകട്ടെ ചെറിയവരാകട്ടെ പ്രായഭേദമന്യേ എന്തിനാണ് ഇങ്ങനെ അവർ കാത്തിരിക്കുന്നത്? വകൈഫ യസ്തഇദ്ദൂന ലഹു, അവരെങ്ങനെയാണ് ഇതിന് ഒരുങ്ങി തയ്യാറാകുന്നത്? മാഹിയൽ അത്അമത്തുല്ലത്തി യതനാവലുഹ അന്നാസു ഫീ ഖറിയതികും ആദത്തൽ ഇഫ്താരി വസ്സുഹൂർ. അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറക്കും വേണ്ടിയിട്ട് ഓരോ ഗ്രാമങ്ങളിലും എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് പാകം ചെയ്യാറുള്ളത്? ഹാവല ഇസ്തിആദത്തു ദിക്രിയാത്തി വമുശാഅറത്തുക്കും വമആരിഫിക അൻ ഷഹ്ർ റമദാൻ മുബാറക്. അതുപോലെ നിങ്ങളുടെ റമദാൻ അനുഭവങ്ങളെ പങ്കുവെക്കാനാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഫമാദാ തഅരിഫു അൻ മൗഖിഅത്തി ബദർ വല്ലൈലത്തി അല്ലത്തി നസല ഫിഹൽ ഖുർആൻ. നിങ്ങൾക്ക് ബദർ യുദ്ധത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഖുർആൻ ഇറങ്ങിയ ആ രാവിനെക്കുറിച്ച് എന്തെല്ലാമാണ് അറിയുന്നത്? വമാദാ യഫ്അലു അഫ്റാദുൽ ഉസ്റത്തി സഅത്തുൽ ഇഫ്താർ. അതുപോലെ ഇഫ്താറിൻ്റെ സമയങ്ങളിൽ, നോമ്പുതുറയുടെ സമയങ്ങളിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എന്തെല്ലാമാണ് ചെയ്യാറുള്ളത്? മത്താ യശ്തറൂന മലാബിസൽ ഈദ്, എപ്പോഴാണ് പെരുന്നാൾ പുടവകൾ വാങ്ങുന്നത്? ഹാവിൽ അൻ തതഹദ്ദസ ഫതുഅബ്ബിറ മാ ഫീ നഫ്സിക മിൻ അഫ്കാരി വമഅലൂമാത്തിൻ ഹൗല ഷഹ്ർ റമദാൻ വമആയിശത്തി അന്നാസി മഅഹ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി പാഠത്തിലെ ചില കീവേഡ്സ് പറയണം. സൗം, ലൈലത്തുൽ ഖദർ, മൗഖിഅത്തു ബദർ, അൽ ഇഫ്താർ, അസ്സുഹൂർ, ഈദുൽ ഫിത്ർ. ഇതിനെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ട് ഈ പാഠത്തിൽ ചർച്ചകൾ വരുന്നത്. അതാണ് അവിടെ കീവേഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഡിസ്കഷനിൽ അൽ ഖിറാ. ഈ ഒരു ഭാഗത്ത് റമദാൻ ഷഹർ സൗം എന്ന ഒരു ഹെഡിങ്ങിൽ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ വായിക്കാൻ പറയണം. വായിച്ചു നോക്കാം. യൻതളിറു നാസു റമദാൻ മിൻ ആമിൻ ഇലാ ആം. ഒരു വർഷത്തിൽ നിന്നും അടുത്ത വർഷം വരെ റമദാനിനെ കാത്തിരിക്കുകയാണ് ഒരു പറ്റം ജനങ്ങൾ. ലിഅന്നഹു ഷഹ്റു സൗം വ ഷഹ്റുൽ ഇബാദ വ ഷഹ്റു തറാഹും. പരസ്പര കാരുണ്യത്തിൻ്റെയും ആരാധനയുടെയും നോമ്പിൻ്റെയും വ്രതത്തിൻ്റെയും മാസമാണത്. ഫീഹി ലൈലത്തുൽ ഖദർ, ആ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന രാവുള്ളത്. അല്ലത്തി ഹിയ ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദർ, ആ ഒരു രാവ്. വല്ലത്തി നസല ഫിഹൽ ഖുർആൻ അല നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ ഒരു രാവിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുത്തനബി തങ്ങളുടെ മേലിൽ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. വഫീഹി മൗഖിഅത്തു ബദർ, ഈ ഒരു റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. വഹിയ അവ്വലു നസ്റിൻ മിനല്ലാഹി ലി അഹ്ലിൽ ഹഖ് അല അഹ്ലിൽ ബാത്തിൽ. ദുർമാർഗികൾക്കെതിരിൽ സത്യവിഭാഗത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച ആദ്യ സഹായവുമാണിത്. വഹാ ഖദ് അഖദ അന്നാസു യസ്തഇദ്ദൂന ലിഖാഇഹി. ആ റമദാനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി, റമദാൻ എത്തിക്കുന്നതിന് വേണ്ടി ജനങ്ങളൊക്കെ എല്ലാം ഒരുങ്ങി തയ്യാറാകുകയാണ്. അൽ ആബാഉ യശ്തറൂന ഖമറദ്ദൈനി വൽ മുകസ്സിറാത്ത്. നമ്മുടെ പിതാക്കന്മാർ, വീട്ടിലെ ഗൃഹനാഥന്മാർ, അവർ നട്ട്സും അതുപോലെ ആപ്രിക്കോട്ട് ഫ്രൂട്ട്, ഇതിൽ താഴെ എഴുതിയിട്ടുണ്ട് ആപ്രിക്കോട്ട് ഫ്രൂട്ട് ലെതർ എന്നുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതൊക്കെ വാങ്ങി വെക്കുകയാണ്. വൽ ഉമ്മഹാത്തു യുജഹിസ്നൽ അത്ഇമത വൽ ഹൽവ ലദീദ. മധുരമാർന്ന ഹൽവയും അതുപോലെ മറ്റു വിഭവങ്ങളും വീട്ടിലെ ഉമ്മമാർ തയ്യാറാക്കുകയും ചെയ്യുന്നു. വസാഅത്തുൽ ഇഫ്താർ, ഇഫ്താറിൻ്റെ സമയം, നോമ്പുതുറയുടെ സമയം. ഇജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തി ജമീഅൻ ഹൗലൽ മാഇദത്തി. വീട്ടിലെ ഓരോ അംഗങ്ങളും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സുപ്രക്ക് ചുറ്റും ഇരിക്കുന്നു. വബഅദ തനാവുലി ത്വആമി വസ്സലാത്തി യസ്തരീഹൂൻ. അവർ ഭക്ഷണം കഴിച്ച് നിസ്കാരവും കഴിഞ്ഞ് അവർ ഒരല്പസമയം വിശ്രമിക്കുന്നു. വയദ്ഹബൂന ഇലൽ മസ്ജിദി, പിന്നെ അവർ മസ്ജിദിലേക്ക് പോകുന്നു. ലി അദാഇ സ്വലാത്തിൽ ഇശാഇ വത്തറാവീഹി വതിലാവത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുന്നതിന് വേണ്ടിയും തറാവീഹ് നിസ്കരിക്കുന്നതിന് വേണ്ടിയും, ഇശാ നിസ്കാരവും തറാവീഹ് നിസ്കരിക്കുന്നതിന് വേണ്ടിയും അവർ പള്ളിയിലേക്ക് പോകുകയാണ്. വഇൻദമാ യഹീനു സുഹൂർ
അത്താഴത്തിൻ്റെ സമയമാകുന്ന സമയത്ത് യതനാവലൂന മിന ത്വആം അവർ ത്വആം ഭക്ഷണം കഴിക്കുന്നു മാ യുഈനുഹും അലാ സിയാമിൽ യൗമി താലി അടുത്ത ദിവസത്തേക്ക് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് സഹായകമാകുന്ന അതിന് പ്രാപ്തി നൽകുന്ന തരത്തിൽ ആ ഒരു അളവിൽ അവർ ഭക്ഷണം കഴിക്കുന്നു. സുമ്മ യുസല്ലൂനൽ ഫജ്ർ പിന്നെ അവർ സുബഹി നിസ്കാരം നിസ്കരിക്കുന്നു. വയനാമൂന ഖലീലിന് ഒരല്പസമയം അവർ ഉറങ്ങുന്നു. വയസ്തയഖിലൂന ലിയബ്ദഉ അമലഹും ഫിന്നഷാദ് പിന്നെ അവർ ഉണരുകയാണ്. ലിയബ്ദഉ അമലഹും ഫിന്നഷാദ് അവർ നല്ല ഉണർവോടുകൂടെ ആവേശത്തോട് ഉന്മേഷത്തോടുകൂടെ അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി. വഫിൽ അയ്യാമിൽ അഖീറത്തി മിൻ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ യഖ്റുജുൽ അബാഉ വൽ ഉമ്മഹാത്ത് പിതാക്കന്മാരും വീട്ടിലെ ഉമ്മമാരും ഉപ്പമാരും അവർ പുറപ്പെടുകയാണ്. ലിശറാഇൽ മലാബിസിൽ ജദീദ ഇസ്തിഅദാദ് ലിഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ചെറിയ പെരുന്നാളിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വീട്ടിലെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പോകുകയാണ്. ഒഫിൽ യൗമിൽ അവ്വലി മിന ഷവ്വാൽ ദിവസത്തിലെ ആദ്യ ദിനം യസ്തൈഖിദുന്നാസു മുബക്കിരീന എല്ലാവരും അതിരാവിലെ എണീക്കുകയാണ്. ലി അദാഇ സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിന് വേണ്ടി. സുമ്മ സ്വലാത്തുൽ ഈദ് ജമാഅത്തൻ അവർ പിന്നെ പെരുന്നാൾ നിസ്കാരം ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്നു. സുമ്മ യതബാദലൂന സിയാറാത്തി വത്തഹാനി പരസ്പരം ആശംസകൾ കൈമാറുകയും പരസ്പരം സന്ദർശിക്കുകയും ചെയ്യുന്നു. വഇൻദമാ യുഖാബിലു അഹദുഹും സദീഖഹു ഓരോ കൂട്ടുകാരും പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് യഖൂൽ അവർ പറയുകയാണ് ഈദ് സഈദ് എന്ന് പറയുന്നു. ഫയറുദ്ദുൽ ആഖിറു തിരിച്ച് മറ്റേയാൾ മറുപടി പറയും കുല്ലു ആമിൻ വഅൻതും ബിഖൈർ എന്ന മറുപടിയും പറയും. ഇനി ഈ പാഠത്തിലെ പറഞ്ഞ ചില വാക്കുകളുടെ അർത്ഥങ്ങളാണ്. ഇൻതളറ യൻതളിറു ടു വെയിറ്റ് കാത്തിരിക്കുക എന്നുള്ളത്. പിന്നെ മൗഖഅത്ത് എന്ന് പറഞ്ഞാൽ മൗഖഅത്ത് ബദർ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം ബാറ്റിൽ ബദർ. ഇസ്തഅദ്ദ യസ്തഇദ്ദു അതിൻ്റെ അർത്ഥം ടു ഗെറ്റ് റെഡി തയ്യാറാക്കുക എന്നാണ്. മുക്കസ്സിറാത്ത് നട്ട്സ് പിന്നെ ഖമറുദ്ദീൻ എന്നുള്ളത് ആപ്രിക്കോട്ട് ഫ്രൂട്ട് ലീദർ. പിന്നെ ജഹസ യുജഹിസു ടു പ്രിപ്പയർ തയ്യാറാക്കുക എന്നുള്ള അർത്ഥം. ലദീദത്ത് ആണ് ടേസ്റ്റി ഡെലീഷ്യസ്. പിന്നെ മാഇദത്ത് ഡൈനിങ് ടേബിൾ സുപ്ര നമ്മൾ പറഞ്ഞില്ല നമ്മുടെ ടേബിൾ. ഇസ്റാഹ യസ്തരീഹു ടു ടേക്ക് റെസ്റ്റ് അല്പം വിശ്രമിക്കുക എന്നുള്ളത്. പിന്നെ തനാവലു ടു ഈറ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. മുബക്കിർ എന്നുള്ളത് നേരത്തെ അതിരാവിലെ എന്നുള്ള അർത്ഥത്തിനാണ്. പിന്നെ തബാദുല എന്ന് പറഞ്ഞാൽ ടു എക്സ്ചേഞ്ച് കൈമാറ പരസ്പരം പങ്കുവെക്കുക എന്നുള്ള അർത്ഥത്തിന്. പിന്നെ തഹാനി ഗ്രീറ്റിങ്സ്. ഇനി ഇതിൽ തംരീൻ എന്ന ഭാഗമാണ്. അതിൽ ചില ചോദ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഓരോ മാത ഉപയോഗിച്ചാണ് ആദ്യത്തെ ചോദ്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം മാതാ യശ്തരി അബാ ഫി റമദാനിൽ വീട്ടിൽ ഉപ്പമാരി എന്തൊക്കെയാണ് വാങ്ങാറുള്ളത് എന്നുള്ള ചോദ്യമാണ്. നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ്. ജവാബ് യസ്തരി അബാ ഖമറുദ്ദീൻ വൽ മുക്കസ്സറാത്ത് നേരത്തെ പറഞ്ഞിട്ടല്ലോ നമ്മളെ നട്ട്സും അതുപോലെ ആപ്രിക്കോട്ട് ഫുൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈ ആയിട്ട് ഉപയോഗിക്കണ ഒരു ഫ്രൂട്ട്സിൻ്റെ അതും അവർ വാങ്ങുന്നത്. പിന്നെ രണ്ടാമത്തത് മാതാ തുജഹിസുൽ ഉമ്മഹാത്തു ഫി റമദാൻ ഉമ്മമാർ എന്താ വീട്ടിൽ റമദാൻ അതിൻ്റെ അവരെന്താണ് തയ്യാറാക്കുന്നത് മധുരമല്ല ഹൽവയും പിന്നെ ഭക്ഷണങ്ങളെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തത് മാതാ യഫ്അലു സ്വായിമൂന ബഅദ തനാവുൽ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം അവരെന്താ ചെയ്യണത് നിസ്കരിച്ച് ഒരു അല്പസമയം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. ഖുർആൻ ഓതുന്നതിന് വേണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ആവും കൂട്ടിച്ചേർക്കാം. പിന്നെ 4 മാതാ യഫ്അൽ മുസ്ലിമൂന സബാഹൽ ഈദ് പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലെ മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അവർ അതിരാവിലെ എണീക്കും അവരുടെ ഫിത്ർ സക്കാത്തിൻ്റെ അത് കൈമാറുന്നത്. പിന്നെ 5 മാതാ യതബാദൽ മുസ്ലിമൂന ഫിൽ ഈദ് പെരുന്നാളിൽ എന്താണ് അവർ പരസ്പരം എക്സ്ചേഞ്ച് കൈമാറാറുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈദ് സഈദ് എന്ന് പറയും. അപ്പോൾ തിരിച്ചങ്ങോട്ട് അവർ പറയും കുല്ലു ആമു വഅൻതും ബിഖൈർ എന്നുള്ള ആ ഒരു വിഷയമാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തത് മത്ത എന്നുള്ള ഒന്നാമത്തെ ചോദ്യം മത്ത നസൽ ഖുർആൻ എപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നസൽ ഖുർആൻ എപ്പോഴാണ് ഇറക്കിയിട്ടുള്ളത്. ജവാബ് നസൽ ഖുർആൻ ഫി ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ മത്ത ഇജ്തമി അഫ്റാദുൽ ഉസ്റത്തി ഫി റമദാൻ എപ്പോഴാണ് അവർ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സുപ്രക്ക് നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും അവിടെ ഇരിക്കുന്നു പറഞ്ഞു. പിന്നെ മത്ത യുസൽ മുസ്ലിമു തറാവിഹ ഫി റമദാൻ എപ്പോഴാണ് തറാവി നിസ്കരിക്കാമെന്ന്. അപ്പോൾ ഇഫ്താർ കഴിഞ്ഞ് ഒരല്പം റെസ്റ്റ് എടുത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് തറാവി നിസ്കരിക്കുന്നു പറഞ്ഞു.
പിന്നെ മത്താ ഇസ്തരിൽ അബാ മലാബിസൽ ജദീദ, ഉപ്പമാരെപ്പോഴാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാറുള്ളതെന്ന് റമദാൻ്റെ അവസാന ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു. പിന്നെ അഞ്ചാമത്തത് മത്തായി ഇതിൽ മുസ്ലിം സക്കാത്തുൽ ഫിത്തർ, സക്കാത്തുൽ ഫിത്തർ എപ്പോഴാണ് അവർ കൊടുത്തു കിട്ടുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഈദിൻ്റെ അന്ന് രാവിലെ അതിരാവിലെ അവർ എണീറ്റ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് ലിമാദ കൈഫ സുആൽ ലിമാദ യന്തദിറുൽ മുസ്ലിമൂന ഷഹ്റ റമദാൻ, ഇതിനാണ് മുസ്ലിമുകൾ ഷഹ്റ റമദാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ യന്തദിറുൽ മുസ്ലിമൂന ഷഹ്റ റമദാൻ ലി അന്നഹു ഷഹ്റു സ്വൗമി വൽ ഇബാദത്തി വത്തറാഹും, പരസ്പര കാരുണ്യത്തിൻ്റെയും ആരാധനയുടെയും വ്രതത്തിൻ്റെയും മാസമാണത്. പിന്നെ കൈഫ യസ്തഇദുൽ മുസ്ലിമൂന ലിലിഖാഇ റമദാൻ, അവരെങ്ങനെയാണ് റമദാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരൊരുങ്ങി തയ്യാറാകുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മളെ ഉമ്മമാരൊക്കെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കും, ഓരോ ഉപ്പമാരൊക്കെ വീട്ടിൽ നട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങും എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗം. പിന്നെ അടുത്താണ് കൈഫ ഫضലല്ലാഹു ശഹ്റ റമദാൻ അലാ ശുഹൂരിൽ ഉഖ്റ, റമദാനെ മറ്റു മാസങ്ങളെക്കാൾ എങ്ങനെയാണ് പ്രത്യേകമാക്കിയിട്ടുള്ളത്, ശ്രേഷ്ഠമാക്കിയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഈ മാസമാണ്, ബദ്ർ യുദ്ധം നടക്കുന്ന ഈ മാസമാണ്, പിന്നെ നോമ്പ് ഉണ്ട് എന്നുള്ളത്, അങ്ങനെ ഒരുപാട് അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ. പിന്നെ നാലാമത്തത് കൈഫ യതബാദൽ മുസ്ലിമൂന തഹാനി ഫിൽ ഈദ്, പെരുന്നാളിൽ എങ്ങനെയാണ് അവർ പരസ്പരം ആശംസകൾ കൈമാറുള്ളത്? പറഞ്ഞാൽ ഈദ് സഈദ് എന്ന് പറയും, അവർ കൂട്ടുകാർ കണ്ടുമുട്ടുമ്പോൾ. അതുപോലെ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ എന്നുള്ളത് അവർ തിരിച്ചു പറയും എന്നാണ്, അതാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ യൂണിറ്റ് 1 പറഞ്ഞ പോലെ അങ്ങനത്തെ അതിൽ പറഞ്ഞ ഒരുപോലുള്ള വർക്ക് തന്നെയാണ്. അത് ലോങ് അസ്ഇലത്തുൽ നമ്മൾ ചോദ്യം തയ്യാറാക്കാനുള്ളതാണ്. ഇസ്അലൻ സബബി ഇന്തിലാരി നാസിൽ റമദാൻ, റമദാനെ ജനങ്ങൾ കാത്തിരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദ്യം ഉണ്ടാക്കാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇതിൽ. ലിമാദ യൻതിലുറുന്നാസു റമദാൻ കുല്ലാം, ഒരു ചെറിയൊരു മാറ്റമുള്ളൂ, അത് ലിമാദ എന്നുള്ള ചേർത്ത്, അതുപോലെ ഇന്തിലാർ എന്നുള്ള യൻതിലുറാക്കി, ആ രൂപത്തിൽ ചെറിയൊരു മാറ്റമുള്ളൂ. പിന്നെ അടുത്ത് വേറെ ചോദ്യം ചോദിക്കാൻ പറയുന്നത് ഇസ്അലൻ ഇസ്തിഅദാദിൽ ആബാഇ ലിഖാഇ റമദാൻ, റമദാൻ മാസത്തെ സ്വീകരിക്കാൻ അവർ കണ്ടുമുട്ടാൻ ആബാ എങ്ങനെയാണ് അവർ അതിനെ ഒരുങ്ങി തയ്യാറായത്? അപ്പോൾ കൈഫ യസ്തഇദുൽ ആബാഉ ലിഖാഇ റമദാൻ ചോദിച്ചാൽ മതി ചോദ്യം. ഓക്കെ, ഇസ്അൽ അനിൽ വഖ്തില്ലദീ യജ്തമിഉ ഫീഹി അഫ്റാദുൽ ഉസ്റ, അപ്പോൾ ഒരു വക്തിനെ കുറിച്ച് ചോദിക്കാനാണ് പറഞ്ഞത്. വക്തിനെ മത്താന്ന് ഉപയോഗിക്കുക. മത്താ യജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തു, അങ്ങനെ ചോദിച്ചാൽ മതിയോ? പിന്നെ ഇസ്അൽനി അൻ ഇസ്മിൽ വജബത്ത് അല്ലതി യതനാവലുഹാ ഇസ്തിഅദാദൻ ലിസ്സിയാം, നോമ്പ് ഒരുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു കഴിക്കണ ഇതിൻ്റെ വജബത്ത്, അതിൻ്റെ പേരെന്താ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെയാണ് ചോദിച്ചാൽ, മുഖാത്തബായിട്ട് ചോദിക്കണ്ടേ നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മതി, മാതാ ഇസ്മുൽ വജബത്തിൽ ലത്തി തത്തനാവലുഹ ഇസ്തിഅദാദൻ ലിസ്സിയാം, ആ തത്തനാവലു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മുഖാത്തബിൻ്റെതായി, അപ്പോൾ ആ രൂപത്തിൽ ചോദിക്കുക. പിന്നെ അതുപോലെ ഇസ്അൽ അൻ സബബി ഖുറൂജിൽ ആബാഇ വൽ ഉമ്മഹാത്തി ഫി അയ്യാമിൽ അഖീറത്തി മിൻ റമദാൻ, റമദാൻ്റെ അവസാന സമയങ്ങളിൽ ഉപ്പമാരൊക്കെ പുറത്തു പോകുന്നതിൻ്റെ കാരണം ചോദിക്കണം. അപ്പോൾ മാതാ സബബ് ഖുറൂജിൽ ആബാഇ വൽ ഉമ്മഹാത്തി ഫി അയ്യാമിൽ അഖീറത്തി മിൻ റമദാൻ ചോദിച്ചാൽ മതി, മാതാ ചോദിച്ചാൽ മതി. പിന്നെ ഇസ്അൽ അൻ വഖ്തി അദാഇ സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നതിൻ്റെ സമയത്തെക്കുറിച്ച് ചോദിക്കാൻ വരെയാണ്. അപ്പോൾ ചോദിക്കണം മത്താ വഖ്തു അദാഇ സക്കാത്തുൽ ഫിത്തർ ചോദിച്ചാൽ മതിയോ? നമ്മൾ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റ് സുബഹിക്ക് നേരത്തെ കാണുള്ളൂ. ഇസ്അലൻ ഇസ്മി അഫ്ളൽ ലൈലത്തിൻ ഫി റമദാൻ വസ്സബബു ഫി ദാലിക, അപ്പോൾ മാ ഇസ്മു അഫ്ളലു അലി മാദാ ഇസ്മു അഫ്ളലു ലൈലത്തിൻ ഫി റമദാൻ വമാദാ സബബു ദാലിക, അങ്ങനെ ചോദിക്കാം നമുക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇനി അടുത്ത തംരീൻ്റെ മൂന്നാമത്തെ തംരീൻ 3 എന്ന് പറഞ്ഞ ഭാഗത്താണ്. മാതാ തഫ്അലു ഫിൽ മവാഖിബിൽ ആതിയ, ശേഷം പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുകയെന്ന് ചോദിക്കും. ഒന്നാമത്തെ ഘട്ടം പറയാണ് അല്ലനൽ മുദി അന്നഖദൻ റമദാൻ, നാളെ റമദാനാണ് നിങ്ങൾ അറിഞ്ഞു, അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുകയെന്ന് ചോദിക്കണം. നമ്മൾ സാധാരണ അതിനുള്ള ഒരുങ്ങി തയ്യാറാവുമല്ലോ, അതൊക്കെ തന്നെ. പിന്നെ ജാൽ ഈദു വലക ജാറുൻ ഫഖീറുൻ കസീറുൽ ഔലാദി, പെരുന്നാളെത്തി, നിങ്ങൾക്കൊക്കെ ഒരു അയൽവാസിയുണ്ട്, ഒരു വല്ലാതെ കൂടുതലായിട്ട് ഇതൊന്നുമില്ല, ഒരു ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണ്, അവിടെയാണ് വീട്ടിൽ ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മളവിടെ അവർക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ മൂന്നാമത് റജഅത്ത് ഇൽ ബൈത്തി ഫി അവ്വലി അയ്യാമിൽ ഈദി വഅലിംത അന്ന ഇബ്ന അമ്മക ജാഅ ലിസിയാറതിക വലം യഖാബിലക, അത് നമ്മൾ പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ നമ്മുടെ അമ്മേൻ്റെ മകൻ, നമ്മുടെ എളാപ്പാൻ്റെ മോൻ അവിടെ ഞങ്ങൾ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുകയെന്ന ചോദ്യം. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് ഈ പാഠത്തിൻ്റെ ടോട്ടൽ ഒരു റീക്യാപ്പ്, ഒരു ആശയം പറയാമെന്ന് വേണമെങ്കിൽ പറയാം.
ഷെഹ്റു റമദാൻ, ഇതിലെ പ്രധാന പോയിൻറ്റ്സാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ ഷെഹ്റു റമദാൻ ഒന്നാമത്, ഷെഹ്റുൽ ഇബാദത്തി വ ഷെഹ്റു തറാഹും, പരസ്പര കാരുണ്യത്തിൻ്റെയും അതുപോലെ ആരാധനയുടെയും മാസം. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ലൈലത്തുൻ നസ്സല ഫീഹൽ ഖുർആൻ, ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, നുസില ഫിഹൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു രാത്രിയിലാണ്. ഈ രാത്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാണ്, ഖൈറായ ദിവസമാണ് ഈ ഒരു രാത്രി. പിന്നെ മൗഖഅത്തു ബദർ, ബദർ സംഭവം, ബദർ യുദ്ധം, മൗഖഅത്ത് ബദർ യുദ്ധം. ഇന്തിസാറുൻ കുബ്റാ ലി അഹ്ലിൽ ഹഖ് അലാ അഹ്ലിൽ ബാത്തിൽ, ദുശക്തികൾക്ക് മേലിൽ സന്മാർഗ അഹ്ലുകാർക്ക് അവർക്ക് വലിയ വിജയം, വലിയൊരു സഹായം ലഭിച്ച യുദ്ധം. അതുപോലെ യജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തി ഫീ സഅത്തിൽ ഇഫ്താർ വസ്സുഹൂർ ഹൗലൽ മാഇദ, ഡൈനിങ് ടേബിളിന് ചുറ്റുമായിട്ട് വീട്ടിലെ ഓരോ അംഗങ്ങളും ഇഫ്താറിനും അതുപോലെ തന്നെ സുഹൂർ നമ്മുടെ അത്താഴത്തിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ്. മിൻ ഖസാഇസി റമദാൻ, റമദാൻ്റെ പ്രത്യേകതകളാണ് ഒന്ന് സലാത്ത് തറാവീഹ് നിസ്കാരം ഉണ്ടാവും, റമദാന് മാത്രമുള്ള പ്രത്യേകത. പിന്നെ ഇസ്തിഅദാദാത്തു ലി ഈദുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന് എല്ലാം നമ്മൾ ഏതൊക്കെ രൂപത്തിൽ ഒരുങ്ങി തയ്യാറാവും എന്നുള്ളതൊക്കെ. പിന്നെ ഈദ് സഈദ് കുല്ലു ആമിൻ വ അൻതും ബിഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ഈദ് സഈദ് അങ്ങനെ പറയലും, മറുപടി കുല്ലു ആമിൻ വ അൻതും ബിഖൈർ എന്നുള്ളത് പറയലും ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അദവാത്തുൽ ഇസ്തിഫാം, ചില ചോദ്യങ്ങളുടെ അദാത്തുകൾ പറയണം. മാതാ എന്ത്, മത എപ്പോൾ, ലിമാത എന്തുകൊണ്ട്, കൈഫ എങ്ങനെയെന്നുള്ള അവർ 4 അദാത്തുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു 8ഓളം ചോദ്യോത്തരങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ മാഹിയ ലൈലത്തുല്ലത്തി നുസില ഫിഹൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട ഒരു രാത്രി ഏതാണെന്ന്. അപ്പോൾ ഉത്തരം ലൈലത്തുൽ ഖദർ എന്നുള്ളത്. രണ്ടാമത്തെ മത യജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തി ജമീഅൻ ഹൗലൽ മാഇദത്തി, ഡൈനിങ് ടേബിളിന് ചുറ്റും കുടുംബത്തിലെ ഓരോരുത്തരും എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടുന്ന ഒരു സമയം എപ്പോഴാണെന്ന്. സഅത്തുൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയമാണ്. പിന്നെ മൂന്നാമത്തെ ഇസ്മു ത്വആമില്ലദീ യതനാവലുഹു സ്വായിമു ഖുബൈലൽ ഫജ്ർ, നമ്മളെ ഫജ്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ നോമ്പ് നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്ന ആൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരെന്താണെന്ന്. സുഹൂർ എന്നുള്ള നമ്മളെ അത്താഴം എന്നുള്ളത്. മത യുസല്ലി മുസ്ലിമൂന തറാവി മുസ്ലിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കാറുള്ളത്. ബഅദ സ്വലാത്തുൽ ഇശാ. മത യശ്തരിയിൽ അബാ ഫി റമദാൻ, റമദാനിലെ അബാ എന്താണ് വാങ്ങാറുള്ളത്. ഖമറുദ്ദീൻ മുക്കസ്സിറത്ത് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ആറാമത്തെ മത തുജഹിസുൽ ഉമ്മഹാത്തു ഫി റമദാൻ, റമദാനിൻ്റെ ഉമ്മമാരെന്താണ് തയ്യാറാക്കാറുള്ളത്. ലാ തുഅമത്തു വൽ ഹൽവ അല്ലദീ ഡെലീഷ്യസ് ആയിട്ടുള്ള ഹൽവയും അതുപോലെ ഭക്ഷണമാണ്. ഏഴാമത്തെ മത യഫ്അൽ സ്വായിമൂന ബഅദ തനാവുൽ ഇഫ്താർ, ഇഫ്താർ കഴിഞ്ഞ ശേഷം സ്വായിമീങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്, നോമ്പ് തുറന്നതിന് ശേഷം. അപ്പോൾ അവർ യസ്തരിയൂന അല്പസമയം റെസ്റ്റ് എടുക്കുന്നു. മത യഫ്അൽ മുസ്ലിമൂന സ്വബാഹുൽ ഈദ്, പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ അവരുടെ ഫിത്ർ സക്കാത്ത് അവർ കൊടുത്തു വിട്ടും അതുപോലെ തന്നെ ജമാഅത്തായിട്ട് അവർ നിസ്കരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയൊരു അസൈൻമെൻറ്റ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞൊരു ഭാഗമാണ്. 2 ഓപ്ഷൻസാണ്, 2 ചോദ്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഉക്തുബ് സലാസ ബിതാഖാത്തിൻ തഹ്നിയത്തി ബിഈദുൽ ഫിത്ർ ലാ യഖല്ലു വാഹിദ് മിൻഹാ അലാ 25 കലിമ, 25 വാക്യങ്ങളിൽ കുറയാത്ത രൂപത്തിൽ ഈദുൽ ഫിത്ർ നമ്മളെ ചെറുപെരുന്നാളുമായി ബന്ധപ്പെട്ട ആശംസ കാർഡ് 3 തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആശംസ അറിയിക്കുന്ന ഒരു വസ്തു. പിന്നെ രണ്ടാമത്തത് ഒരു കൂട്ടുകാരൻ സ്വദീഖുല്ലക്ക, ഒരു സുഹൃത്ത്, ലം തുഖാബിൽഹു അയ്യാമ ഷഹർ റമദാനിൻ്റെ ഒരു ദിവസങ്ങളിൽ അവനെ കണ്ടിട്ടില്ല, പരസ്പരം കണ്ടുമുട്ടിയില്ല. അപ്പോൾ അവരോട് ഇസ്അൽഹു ഹവാലി അശ്റത്ത അസ്ഇലത്തിന്, ഒരു 10 ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുക. ലിതഅരിഫ കൈഫ കാന യഖ്ദി ഹാദിഹിൽ അയ്യാമുൽ മുബാറക, ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു മനോഹരമായ ഈ ഒരു ദിവസങ്ങളെ എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു 10ഓളം ചോദ്യങ്ങൾ തയ്യാറാക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ പാഠത്തിൽ പോലെ തന്നെ നമ്മൾ റീഡിങ് സജഷൻസാണ്. അൽ അറബിയ്യത്തുൽ ഹയാത്ത്, അൽ അറബിയ്യത്തു ബൈന യദൈക്, പിന്നെ ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ. അപ്പോൾ ഇതോടെ നമ്മുടെ യൂണിറ്റ് 2 ഇവിടെ അവസാനിച്ചു. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലാത്തതുണ്ടെങ്കിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.